കോഴിക്കോട് ജയലക്ഷ്മിന്റെ വൻ തീപിടുത്തത്തിൽ ജില്ലാ ഫയർ ഓഫീസർ റിപ്പോർട്ട് കൊടുക്കും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ വിവരങ്ങൾ ലഭിച്ചേക്കുമെന്ന് വിലയിരുത്തൽ. കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. കോഴിക്കോട് നിന്ന് നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി ചേർന്നു. നിഖിൽ, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ തീപിടുത്തത്തിൽ എന്തെങ്കിലും ദുരൂഹതയുള്ളതായി ഫയർഫോഴ്സ് സംശയിക്കുന്നുണ്ടോ? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. സ്വാഭാവികമായിട്ടും അത്തരം ഒരു സംശയം ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. നിരന്തരം ഇങ്ങനെ തീപിടുത്തം ഉണ്ടാകും. 2023 ഇപ്പം എൻ്റെ പുറകിൽ കാണുന്ന ജയലക്ഷ്മിയിൽ സമാനമായ ഭാഗത്ത് തന്നെ തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അവിടെ ഫയർ ഉദ്യോഗസ്ഥർ ഈ നിമിഷവും അവിടെ ജോലി ചെയ്യുന്നുണ്ട്. ഇന്നലെ വൈകിട്ട് 6 മണിക്ക് ഉണ്ടായ തീപിടുത്തം പിന്നീട് ഇങ്ങോട്ട് മണിക്കൂറുകൾ നീണ്ട ഒരു അശ്രാന്ത പരിശ്രമമായിരുന്നു ഫയർഫോഴ്സ് സംഘത്തിന്റെ നേതൃത്വത്തിൽ ഈ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നത്. ഏതാണ്ട് 6 മണിക്കൂറിലധികം സമയമെടുത്താണ് ഈ തീ അല്പമെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. അതായത് ഏതാണ്ട് 12 മണിയോടുകൂടിയാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. പക്ഷെ ഇന്ന് രാവിലെയും അവിടെ പല ഭാഗങ്ങളിലും ചെറുതായി പുകയുയരുന്ന സാഹചര്യം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഫയർ ഉദ്യോഗസ്ഥർ എത്തിച്ചേർന്നുകൊണ്ട് തീ അണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായത്. 20 ഫയർ എഞ്ചിനുകൾ ഒരേ സമയം എത്തിയാണ് ഇന്നലെ ഇവിടുത്തെ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഈ ജയലക്ഷ്മിയുടെ 2ാം നിലയിൽ നിന്ന് തുടങ്ങിയ തീപിടുത്തം പിന്നീട് 3ാം നിലയിലേക്കും 4ാം നിലയിലേക്കും പടർന്നു പിടിക്കുന്നു. ആദ്യം അണയ്ക്കാൻ കഴിഞ്ഞത് 4ാം നിലയിലെ തീപിടുത്തമാണ്. അത് ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷമാണ്. ആദ്യം 4ാം നിലയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞു, പിന്നീട് അത് 3ാം നിലയിലെ തീ അണയ്ക്കാൻ കഴിഞ്ഞു, ഏറ്റവും ഒടുവിൽ 2ാം നിലയിൽ. അങ്ങനെ വളരെ ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമായിരുന്നു അത്. മണിക്കൂറുകൾ എടുത്ത ഒരു ദൗത്യമായിരുന്നു. വളരെയധികം സമയം ഫയർഫോഴ്സിന് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വന്നു. എന്തായാലും വളരെ സംയോജിതമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് വലിയ പരിക്കുകളില്ലാതെ ഈ ഒരു അപകടത്തിൽ നിന്ന്, ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. ഇന്നലെ ഇതിന്റെ ഉടമ നമ്മോട് സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യമുണ്ടായിരുന്നു. അതായത് ഇതൊരു ഓഫ് സീസൺ ആണ്, അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നില്ല. അതൊരു വലിയ രീതിയിൽ ആശ്വാസകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എസ്കൈൻ, നമുക്കിപ്പോൾ ഇവിടെ താഴെ കാണുമ്പോൾ ഈ ഇതിന്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാകും എത്ര വലിയൊരു നാശനഷ്ടമാണ് അവർക്ക് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത്. ഈ റംസാൻ വിപണിയൊക്കെ കണക്കിലെടുത്തുകൊണ്ട് വലിയ രീതിയിൽ സ്റ്റോക്കുകൾ ഇവിടേക്ക് എത്തിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. റംസാൻ വിപണി മലബാറിലെ ടെക്സ്റ്റൈൽ സ്ഥാപനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് ഒരുപാടധികം വസ്ത്രങ്ങളൊക്കെ ഇവിടേക്ക് എത്തിച്ചിരുന്നു. അതൊക്കെ പൂർണ്ണമായി കത്തി നശിച്ച് ചാരമായി മാറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ചുരുക്കം ആളുകൾക്ക്, അതായത് 1-2 പേർക്ക് മാത്രമേ ഇതിലൊരു നേരിയ പരിക്കെങ്കിലും ഏറ്റിട്ടുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യം. ഈ തീപിടുത്തം ഉണ്ടായ ഉടനെ തന്നെ മുഴുവൻ പേരെയും ഇവിടെ നിന്ന് നീക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. അങ്ങനെ മുഴുവൻ പേരെയും പുറത്തെത്തിച്ച ശേഷമാണ് ഫയർഫോഴ്സിന്റെ സംഘം, ഇതിന്റെ ഫയർ ഫൈറ്റേഴ്സ് ഇതിന്റെ അകത്തേക്ക് അടക്കം പ്രവേശിച്ച് തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കിയത്. ഇന്നിപ്പോൾ ജില്ലാ ഫയർ ഓഫീസർ ഈ വിഷയത്തിൽ ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് കൈമാറും. അതിൽ ഇപ്പോൾ അവരുടെ നിഗമനം ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളതാണ്. ഇനി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും കാരണങ്ങൾ ഉണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാകാൻ CCTV ദൃശ്യങ്ങൾ അടക്കം പരിശോധിക്കേണ്ടതുണ്ട്. ഇതിന് ഈ ജയലക്ഷ്മിക്കുള്ളിൽ വളരെ വിശദമായ CCTV ക്യാമറകളുണ്ട്. ഇത് പരിശോധിച്ചുകൊണ്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളതാണ് ഫയർഫോഴ്സിന്റെ ഒരു വിലയിരുത്തൽ. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് 10 മണി കഴിഞ്ഞ് അവരുടെ സംഘം ഇവിടെ എത്തുകയും വിശദമായ പരിശോധനകളിലേക്ക് കടക്കുകയും ചെയ്യും. എത്ര കോടിയുടെ നഷ്ടം നിലവിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്ക് വിലയിരുത്താൻ പോലും കഴിയാത്തതാണ്. കാരണം അത്രയധികം, അതായത് വലിയൊരു വസ്ത്രശേഖരം തന്നെ കത്തി വെച്ചിട്ടുണ്ട്. ഈ വെഡിങ് സെക്ഷനിലാണ് ആദ്യം തീ പടർന്നു പിടിച്ചത്. പിന്നീട് അങ്ങോട്ട് കൂടുതൽ മേഖലകളിലേക്ക് ഇത് പടരുകയായിരുന്നു. നിങ്ങളൊക്കെ ഇവിടുത്തെ പ്രദേശവാസികളാണോ? അറിഞ്ഞിട്ട് വന്നായിരുന്നു? ഇന്നലെ വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ നിരന്തരം ഇവിടെ തീപിടുത്തം ഉണ്ടാവുന്നത്? ഷോർട്ട് സർക്യൂട്ട് ആകാനാണ് കൂടുതൽ സാധ്യത. ഈ പ്രദേശത്ത് കൂടുതലും ഷോർട്ട് സർക്യൂട്ട് ആകാനാണ്. അതേമാതിരി ഇവിടെ ഫയർഫോഴ്സിന്റെ അഭാവങ്ങളുണ്ട്. പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ഫയർഫോഴ്സ് എത്താനുള്ള വളരെ ദൂരത്തു നിന്നാണ് ഇവിടെ എത്തുന്നത്. ഇവിടെ അടുത്തുള്ള ബീച്ചിൽ അതിനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഇല്ല. അതാണ് അദ്ദേഹം ഉന്നയിച്ചത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സ്കെൻ. ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ നിരന്തരം ഇങ്ങനെ, ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കണ്ടതാണ്, ഇതിനു മുന്നിൽ നമ്മുടെ മുഫ്യൂസൽ ബസ് സ്റ്റാൻഡിന് മുകളിൽ ഒരു വലിയ തീപിടുത്തം ഉണ്ടാവുകയും 10 മണിക്കൂർ നഗരഹൃദയം നിന്ന് കത്തുകയായിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും നമുക്ക് കരിപ്പൂരിനെ ആശ്രയിക്കേണ്ടി വന്നു ഈ ഫയർ എഞ്ചിനുകൾ ഇവിടേക്ക് എത്തിക്കാൻ. അപ്പോൾ കോഴിക്കോട് നഗരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായാൽ പെട്ടെന്ന് ആക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സംവിധാനം അത് നഗരത്തിൽ ഇല്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്നലെ ഇവിടെ സന്ദർശിച്ച മന്ത്രി AK ശശീന്ദ്രൻ വ്യക്തമാക്കിയത്
ഒരു RRT സംഘത്തെ, ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ ഇവിടെ സജ്ജീകരിക്കും. വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു റാപ്പിഡ് റെസ്പോൺസ് ടീം നമുക്ക് വേണം എന്നുള്ള ആവശ്യം അദ്ദേഹം ഉന്നയിച്ചിരുന്നു. അത് തീർച്ചയായും വേണ്ടതാണ്. കാരണം കോഴിക്കോട് എന്ന് പറയുമ്പോൾ വളരെ ഇടുങ്ങിയ സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ ഇപ്പോൾ ടൗൺ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ന് കൂടുതൽ പരിശോധനകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് സുരക്ഷാ പരിശോധനകൾ ഇന്ന് കൂടുതലായി ജയലക്ഷ്മിയിൽ നടക്കും. 10 മണിയോട് കൂടി ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരൊക്കെ എത്തിച്ചേർന്ന് ഈ CCTV ദൃശ്യങ്ങൾ അവർ പരിശോധിക്കും. അതോടൊപ്പം തന്നെ ജയലക്ഷ്മിയുടെ ഒരു സംഘവും 10 മണിയോട് കൂടി ഇവിടെ എത്തുമെന്നാണ് അറിയുന്നത്. കാരണം എത്ര രൂപയുടെ നഷ്ടം, എത്ര കോടി രൂപയുടെ ഒരു നഷ്ടം, പ്രാഥമികമായിട്ടുള്ള നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ കൂടി ഒരു വ്യക്തത കൈവരേണ്ടതുണ്ട്. ഇപ്പോൾ നേരത്തെ ഇവിടെ തീപിടുത്തം ഉണ്ടായപ്പോഴും ഈ 2 വാഹനങ്ങൾ കത്തി നശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ തരത്തിലുള്ള പ്രയാസങ്ങൾ അന്ന് തന്നെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ഇത് ആവർത്തിക്കപ്പെടുമ്പോൾ എന്താണ് ഈ തീപിടുത്തത്തിന്, തുടർച്ചയായി ഉണ്ടാകുന്ന തീപിടുത്തത്തിന് കാരണം എന്നുള്ളതിൽ ഒരു വ്യക്തത കൂടി കൈവരേണ്ടതുണ്ട്. ഇപ്പോഴും നമുക്ക് അവിടെ കാണാൻ കഴിയും സ്കൈൻ, ഇപ്പോൾ വെള്ളം തളിച്ചുകൊണ്ട് തന്നെ ഈ തീ നിയന്ത്രണ അതായത് തീ പൂർണ്ണമായി അണയ്ക്കുന്നു. ചിലയിടങ്ങളിലൊക്കെ പുകയുരുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ കൂടി അത് അണയ്ക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇന്നലെ ഒരു 6:30 കൂടിയൊക്കെ എത്തിച്ചേർന്ന ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഇപ്പോഴും പൂർണ്ണമായി മടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ചിലയിടങ്ങളിൽ ഒരിടത്ത് അണയ്ക്കുമ്പോൾ മറ്റൊരിടത്ത് എന്നുള്ള തരത്തിൽ ഇങ്ങനെ കുറച്ചായിട്ട് തീ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് പൂർണ്ണമായി അണച്ചാൽ മാത്രമേ ഇവർക്ക് ഇവിടെ നിന്ന് മടങ്ങാൻ കഴിയൂ. അതൊരു പൂർണ്ണമായിട്ടുള്ളൊരു സുരക്ഷയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും. വെള്ളം തീരുന്നതനുസരിച്ച് മാനാഞ്ചിറയിൽ പോയി വെള്ളം നിറച്ച് ഫില്ല് ചെയ്തുകൊണ്ട് ഇവിടേക്ക് സംഘങ്ങൾ എത്തിച്ചേർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഒരു വിശദമായിട്ടുള്ള പരിശോധന ഇന്നുണ്ടാകും. അതിലായിരിക്കും നമുക്ക് അറിയാൻ കഴിയുക എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളത്. ജയലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോട്ട് ഒരു വലിയ ബ്രാൻഡാണ്. അവരെ സംബന്ധിച്ച് വലിയ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ പെരുന്നാൾ കാലത്ത്, പെരുന്നാൾ ദിനങ്ങളിൽ അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വസ്ത്രശേഖരം ഇവിടെ എത്തിച്ചിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ നഷ്ടമാണ്. എന്നിരിക്കെ പോലും ആർക്കും ഇതിലൊരു ആളപായം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ആശ്വസിപ്പിക്കുന്ന ഒരു ഘടകം. അപ്പോൾ ഇന്ന് വിശദമായ പരിശോധനകൾ നടക്കാനിരിക്കുന്നു. അതിലൂടെ അറിയാൻ കഴിയും എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നുള്ളത്. സ്കൈൻ. ഓക്കെ, താങ്ക് യു നിഖിൽ പ്രമേഷ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.